ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ഒരു മലയുണ്ട്, തോമാപ്പാറ എന്ന് പറയും. അവിടെ പോയിരുന്ന് 1 മണിക്കൂറൊക്കെ ഞാൻ ധ്യാനിക്കും. ഏകാന്തമായ ധ്യാനം, ശാന്തമായ സ്ഥലമാണ്. അത് തന്നെ അവിടെ കൂട്ടുകാരനെ കണ്ടത്. അത് ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം ഞാൻ പോയിട്ട് 1 പ്രാവശ്യം കണ്ടു. എന്നാലും ഒന്ന് പറയാം, അതൊരു സാക്ഷ്യമാണ് ഈ ചെറുപ്പക്കാർക്കൊക്കെ. എന്താ അനുഭവം ഒന്നും പറയാം. അത് ഇങ്ങനെ നമ്മൾ ഈ തോമാപ്പാറ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചങ്ങ് ഇച്ചിരി അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മരമുണ്ട്, പാറയുടെ മുകളിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരം. അത് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നു. പിന്നെ നല്ല വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ ചവിട്ടുന്ന ഈ കരിയിലെങ്ങനെ ഒച്ച കേൾക്കാം നമ്മൾ ചവിട്ടി ചെല്ലുമ്പോഴേ. ഞാൻ നോക്കുമ്പോൾ മരം അനങ്ങുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കരമായിട്ട് അനങ്ങുന്നു. ഇപ്പോൾ പിന്നെ ഇങ്ങനെ മരം അനങ്ങല്ല, കാറ്റൊന്നും ഇല്ലല്ലോ. നോക്കുമ്പോൾ ഒരുത്തൻ ഞാൻ വരുന്ന ഒച്ച കേട്ടോണ്ടായിരിക്കും അവനങ്ങ് എഴുന്നേറ്റിട്ട് നീങ്ങുകയാണ് പതുക്കെ ഒരു പുലി. അപ്പോൾ അവനത് കുറച്ച് ഞാൻ അടുത്ത ചെല്ലും തോറും അവൻ ചാടി, അപ്പുറത്തെ വനമാണല്ലോ, അപ്പോൾ അങ്ങോട്ട് ചാടി പോവുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ മാത്രമല്ല മൃഗങ്ങളുമൊക്കെ ധ്യാനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അവൻ ധ്യാനിക്കാൻ വന്നാ പാറപ്പുറത്ത്. അടുത്തയാൾ വന്നോണ്ട് അവനങ്ങ് ഒഴിഞ്ഞു വിടുന്നേ ഉള്ളൂ. അവന് മനസ്സിലായി ഞാനും ധ്യാനിക്കാൻ വരികയാണെന്ന്. അപ്പോൾ അവനങ്ങ് ഒഴിവായി തന്നു, ഒരു ശല്യവും ചെയ്തില്ല. നമ്മളിവിടെ ആയിരിക്കുന്നത് മുരിക്കൻ പിതാവ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന പാറയുടെ പുറത്താണ്. ഇവിടെ ഈ സ്ഥലം മുഴുവൻ പ്രാർത്ഥനയുടെ ഒരു സാന്നിധ്യം വളരെ പ്രാകൃതമായി തോന്നുന്ന സ്ഥലത്തിരുന്നാണ് പിതാവ് പ്രാർത്ഥിച്ചത്. ഇവിടെ ഞങ്ങളും പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളോടൊപ്പം സ്തുതിക്കാം. ഈ ഒരു പഴയ കസേരയിലിരുന്നാണ് പിതാവ് പ്രാർത്ഥിക്കുന്നത്. ഈ പരിസരത്ത് വെച്ചാണ് പിതാവ് ഒരിക്കൽ വന്നപ്പോൾ കരിയില അനങ്ങിയ ശബ്ദം അനുസരിച്ച് ഒരുത്തനിങ്ങനെ പൊങ്ങി എഴുന്നേൽക്കുന്നൊരു പുലി, പിതാവ് വന്നതനുസരിച്ച് പുലി പുറകോട്ട് പോയി. വലിയൊരു അനുഭവം, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളാണെങ്കിൽ പേടിച്ച് ഇവിടെ താഴെ വീണ് പോകും. തന്നെയല്ല, ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഒരു കാട്ടിലിരുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഒരു കാലഘട്ടം മുഴുവൻ ഈ ജന്മം പ്രാർത്ഥിക്കുക എളുപ്പമല്ല. നമുക്ക് മുരിക്കൻ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളിവിടെ അനേകം ചെറുപ്പക്കാരുണ്ട്, ഞാനിപ്പോൾ 3 വൈദികരുണ്ട്, 2 സിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ നമുക്ക് സഭയ്ക്ക് വേണ്ടിയും ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.